ഒരു വ്യക്തിയുടെ വേർപാട് അയാളുടെ കുടുംബത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടും. ആധുനിക ലോകത്തിൽ ഇത്തരത്തിൽ അനാഥമാക്കപ്പെട്ട ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. ഇവരുടെ മോചനമാണ് പ്രവാസ ലോകത്തിൻ്റെ ലക്ഷ്യം. പ്രവാസ ലോകത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടുജോലിക്കാരിയുടെ വിസയിലെത്തിയ കായംകുളം മുതുകുളം സ്വദേശി കനകമ്മ മാസങ്ങൾ നീണ്ട പീഡനങ്ങൾക്കൊടുവിൽ നാട്ടിലെത്തി. ആദ്യ 4 മാസത്തോളം വിസ നൽകിയ സ്വദേശി പൗരന്റെ വീട്ടിലായിരുന്നു ജോലി. ഇവിടെ വലിയ കുഴപ്പങ്ങളില്ലാതെ മുമ്പോട്ട് പോയെങ്കിലും കനകമ്മയുടെ സമ്മതം കൂടാതെ സ്പോൺസർ 20,000 റിയാൽ കൈപ്പറ്റി മറ്റൊരു സ്വദേശി പൗരനെ വിറ്റതോടെ അവരുടെ ദുർഗതി ആരംഭിക്കുകയായിരുന്നു. 3 മാസത്തോളം നാടുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയാതിരുന്ന കനകമ്മ ദിവസ വാടകയ്ക്ക് ജോലിക്ക് പോയ ഒരു വീട്ടിലെ വീട്ടമ്മയുടെ കാരുണ്യം കൊണ്ടാണ് പ്രായമായ തൻ്റെ മാതാവിനെ വിളിക്കുകയും തൻ്റെ ദുരവസ്ഥ അറിയിക്കുകയും ചെയ്തത്. വിവരമറിഞ്ഞ മാതാവ് ബുറൈദയിലെ സാമൂഹ്യ പ്രവർത്തകരായ ഇക്ബാൽ പള്ളിമുക്കിനെ വിവരമറിയിച്ചു. ഇന്ത്യൻ എംബസിയിലെത്തിയ പരാതിയിൽ DCM സിബി ജോർജ്, വെൽഫെയർ വിംഗ് അറ്റാഷെ ചൗഹാൻ എന്നിവർ ചേർന്ന് നടത്തിയ ഇടപെടലാണ് കനകമ്മയുടെ മോചനത്തിന് വഴി തുറന്നത്. കനകമ്മയുടെ വിസ സർവീസ് ചെയ്ത മുംബൈയിലെ ട്രാവൽ ഏജൻസിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി റിക്രൂട്ടിംഗ് അധികാരം ഉൾപ്പെടെയുള്ളവ നിരോധിക്കാൻ അപേക്ഷിച്ച് എംബസി അയച്ച കത്തിൽ വിദേശകാര്യ വകുപ്പ് ഉടൻ നടപടിയെടുക്കുകയും ട്രാവൽ ഏജൻസി പൂട്ടിക്കുകയും ചെയ്തു. ഇതോടെ പ്രതിസന്ധിയിലായ ട്രാവൽ പ്രതിനിധികൾ ദിവസങ്ങളോളം ബുറൈദയിൽ തങ്ങി ഇക്ബാൽ പള്ളിമുക്കിൻ്റെയും സാമൂഹ്യ പ്രവർത്തകരായ അഡ്വക്കേറ്റ് MA സലാം, CP അൻവർ സാദത്ത് എന്നിവരെയും ഉൾപ്പെടുത്തി സ്പോൺസറുമായി വിവിധ ഘട്ടങ്ങളിൽ ചർച്ച നടത്തി. നാട്ടിൽ പോകുന്ന ദിവസം വരെയുള്ള ശമ്പള കുടിശ്ശികയും ടിക്കറ്റും നൽകി കനകമ്മയെ നാട്ടിലയക്കാൻ തീരുമാനമായി. ഇതിനെ തുടർന്ന് ബുറൈദ വിമാനത്താവളത്തിൽ നിന്നും ഷാർജ വഴി കനകമ്മ നാട്ടിലെത്തി. കേരള മുസ്ലിം അസോസിയേഷന്റെയും അൽ അമൽ പോളിക്ലിനിക്കിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന ആരോഗ്യ സെമിനാർ താബൂക്ക് KMCC പ്രസിഡന്റ് ബഷീർ കൂട്ടായി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ നസീർ അഹമ്മദ്, ഡോക്ടർ ഇസ്മായിൽ കബീർ, ഡോക്ടർ അബൂബക്കർ, ഹനീഫ ചേറൂർ, സുരേഷ് ബാബു കാര്യവട്ടം, ഖാദർ ഇരിട്ടി, ഹംസ മഞ്ചേരി, ഷറഫുദ്ദീൻ തിരുവനന്തപുരം, മുസ്തഫ ക്ലാരി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സക്കീർ മണ്ണാർമല ഖിറാഅത്ത് നടത്തി. അബ്ദുറഹ്മാൻ ദാരിദി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമദ് ആഞ്ഞിലങ്ങാടി സ്വാഗതവും നാസർ പൊന്മള നന്ദിയും പറഞ്ഞു. വറുതി നാളുകളിൽ വീട്ടുചെലവിനായി വട്ടപ്പലിശക്കാരിൽ നിന്നും കടം വാങ്ങിയ 75,000 രൂപ മടക്കി കൊടുക്കുവാനാണ് സുബ്ബലക്ഷ്മി കടൽ കടന്നത്. ഇടുക്കി ഏലപ്പാറ ബോണാമി എസ്റ്റേറ്റിലെ കുടിലിൽ താമസിക്കുന്ന ചന്ദ്രന്റെ ഭാര്യ സുബ്ബലക്ഷ്മി ഭക്ഷണവും വിശ്രമവുമില്ലാതെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി കഠിന ജോലികൾ ചെയ്യേണ്ടി വന്നു. ഗത്യന്തരമില്ലാതെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഒളിച്ചു കടന്ന സുബ്ബലക്ഷ്മി റോഡിലെത്തി. എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴിവക്കിൽ കരഞ്ഞു നിൽക്കുന്ന ഇവരെ അതുവഴി വന്ന ഒരു സ്വദേശി സ്ത്രീ സഹായിക്കാൻ തയ്യാറാവുകയായിരുന്നു. ഇവർ സുബ്ബലക്ഷ്മിയെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. 20 ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞ ഇവർക്ക് ദമാമിലെ നവയുഗം സാംസ്കാരിക വേദി ജീവകാരുണ്യ പ്രവർത്തക സഫിയ അജിത്തിന്റെ ഇടപെടലാണ് ആശ്വാസമായത്. ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സുബ്ബലക്ഷ്മിയുടെ പാസ്പോർട്ട് പുതുക്കുന്നതിന് ചെലവായ 500 റിയാലും നാട്ടിലേക്കുള്ള ടിക്കറ്റും നൽകാമെന്ന് എഴുതി നൽകിയ ശേഷമാണ് എക്സിറ്റ് നൽകിയ രേഖകൾ സ്പോൺസർ കൈമാറിയത്. നവയുഗത്തിന്റെ ജുബൈൽ മേഖലാ കമ്മിറ്റി ജീവകാരുണ്യ വിഭാഗം കൺവീനർ VA ബഷീർ സുബ്ബലക്ഷ്മിക്കുള്ള ടിക്കറ്റും പണവും പ്രസിഡന്റ് മുഹമ്മദ് ലിസാൻ, സെക്രട്ടറി TA തങ്ങൾ, സഫിയ അജിത്ത് എന്നിവരുടെ സാന്നിധ്യത്തിൽ കൈമാറി. 10 വർഷത്തോളം ദുബായിലെ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരം സ്വദേശി നൌഷാദ് കഴിഞ്ഞ 4 വർഷമായി വീടുമായി യാതൊരു ബന്ധവും പുലർത്തുന്നില്ല. ഏക മകന് നൌഷാദിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആകെ വേവലാതിയിലാണ് ഈ വാപ്പയും ഉമ്മയും. അവരവസാനം എത്തിയിരിക്കുന്നത് പ്രവാസ ലോകത്തിലാണ്. അവരോട് തന്നെ ചോദിച്ചറിയാൻ നൌഷാദിന് എന്താണ് സംഭവിച്ചതെന്ന്. നൌഷാദ് ഇപ്പോൾ എത്ര കൊല്ലമായി നാട് വിട്ടു? 10 വർഷമായി. 10 വർഷമായി. കല്യാണം കഴിച്ചിട്ടുണ്ടോ? പൈസ ആദ്യം അയച്ചു തരുമായിരുന്നു. കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എത്ര വയസ്സെന്ന് പറഞ്ഞു? ഇപ്പം 27 വയസ്സേ ആയുള്ളൂ. 27 വയസ്സായുള്ളൂ. അപ്പോൾ 17 വയസ്സിൽ പോയോ? 17 വയസ്സിൽ പാസ്പോർട്ട് കൂട്ടിച്ചെടുത്തു, വയസ്സ് കൂട്ടിച്ചെടുത്തു. അവിടെ മുനിസിപ്പാലിറ്റിയിലായിരുന്നു ജോലി. കാശൊക്കെ അയച്ചിരുന്നു? അന്ന് പൈസ അയക്കുമായിരുന്നു. എത്ര കൊല്ലം? 5 വർഷമായിട്ടോ പൈസ ഇല്ല. ഒന്നുമില്ല. വിവരവും ഇല്ല. ഒരു വിവരവും ഇല്ല. ഫോൺ ചെയ്യത്തൊന്നുമില്ല. എത്ര മക്കളുണ്ട് നിങ്ങൾക്ക്? എനിക്ക് 2 പേര്, ഒരു മോനും ഒരു മോളും. നിങ്ങൾക്ക് എന്താ ജോലി? എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല, സുഖമില്ല, കാലുവേദന. സൗദിയിലായിരുന്നു കുറച്ചാൾ. അതെ.
അപ്പം എന്താണിത് ഇങ്ങനെ വരാൻ കാരണം അതിൻ്റെ കാര്യം? എന്തുവാന്ന് അറിഞ്ഞൂടെ. ദുബായിലായ കാരണം വേഗം അന്വേഷിക്കാമല്ലോ. അവിടെയുള്ള പിള്ളേരൊക്കെ വല്ലപ്പോഴും കാണുമെന്ന് പറയുന്നത്. ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ നൗഷാദ് ഒന്നും പറയുന്നില്ല? ഇല്ല, മുണുങ്ങി കിടത്തു. ഇവരെ കണ്ടാൽ പിന്നെ അവിടെ വയ്ക്കത്തില്ല, അവിടെ നിന്ന് മാറിക്കളയും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ ആൾക്ക്? കുഴപ്പമൊന്നുമില്ല. ഇവിടെ അസുഖമല്ലേ ചോദിച്ചു ഞാൻ. എന്തെങ്കിലും അതായത് വല്ല കൂട്ടുകെട്ടിൽ പെട്ടുപോയോ? ഇവിടെ വെച്ചൊക്കെ ഇല്ലായിരുന്നു. അവിടെ പോയപ്പോൾ അങ്ങനെ വല്ലതും കേട്ടോ? നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല? ഇല്ല, ഫോൺ എടുക്കത്തില്ല. നിങ്ങളെ ബന്ധുക്കൾ കാണുമ്പോഴൊക്കെ ഒഴിഞ്ഞു വെച്ച് പോകും? അത് തന്നെ. ഇപ്പം എവിടെ ജോലി ചെയ്യുന്ന അറിയില്ല? ഇപ്പം അറിഞ്ഞൂടാ അവിടെ ആ ജോലി. എത്ര പേര് പഠിച്ചിട്ടുണ്ട്? പക്ഷെ അത് 10 വരെ. 8ാം ക്ലാസ് വരെ പോയി. അവിടെ നിങ്ങൾ പലരോടും അന്വേഷിച്ചിട്ടുണ്ട് ദുബായിലൊക്കെ? നിങ്ങൾ അത്യാവശ്യം അതൊക്കെ ഉള്ള ആളാണ്. പിന്നെ ഈ കരുനാപ്പള്ളിലുള്ള ഷാനവാസിനെ വിളിച്ച വിവരങ്ങളല്ലേ അറിയുന്നത്. ആരാ? കരുനാപ്പള്ളി ഇവരുടെ കൂടെ പോയാ അവനെന്താ പറയണത്? ഇപ്പം അവരുടെ കൂടെ ഇല്ല, ചാടിപ്പോയെന്ന് പറഞ്ഞു. ഇടയ്ക്ക് വെച്ച് പറയും അടുത്തൊരു കടയിലുണ്ട്. നമ്പർ ചോദിക്കുമ്പോൾ പറയും നെറ്റ് വഴി വിളിക്കുന്നതാണ്. ആള് ദുബായിലുണ്ട് അല്ലേ? സംശയമില്ല. കണ്ടവരുണ്ട്. ദുബായിലെ പ്രവാസ ലോകം പ്രവർത്തകരോടും പ്രേക്ഷകരോടാണ്. നൗഷാദ് ദുബായിൽ ചുറ്റിത്തിരിങ്ങി നടക്കുന്നുണ്ട്. വീട്ടിലേക്ക് വിളിക്കില്ല. 5 വർഷമായിട്ടൊരു വിവരമില്ല നൗഷാദിൻ്റെ. എന്തിനാ നൗഷാദെ ഈ പണിക്ക് പോകുന്നത്? എന്തപ്പം അതിനൊരു മാത്രം കാരണം ഉണ്ടായി? ജോലി ഉണ്ടായിരുന്നു മുനിസിപ്പാലിറ്റി, വളരെ ചെറുപ്പത്തിൽ പോയി, വയസ്സ് കൂട്ടി വെച്ച് പോയി. എന്നിട്ട് നാട്ടിലേക്ക് ഇപ്പോൾ ഒരു വിവരമില്ല. ഉപ്പയും ഉമ്മയും ഇവിടെ സ്റ്റുഡിയോയിൽ തിരഞ്ഞു വന്നിരിക്കുന്നത്. വളരെ വേഗത്തിൽ എങ്ങനെ നാട് പിടിക്കാതെ നോക്ക്. നാട്ടിലേക്ക് ഒരു ഫോൺ വിളിക്കാൻ നിന്നെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ വീട്ടുകാർ? വളരെ ചെറുപ്പമല്ലേ? വിവാഹപ്രായമായിരിക്കണു, കല്യാണം കഴിക്കേണ്ട സമയമായിരിക്കണു. കല്യാണം കഴിക്കല്ലേ വന്ന അല്ലേ? വന്നാൽ കല്യാണം കഴിക്കണം. അവിടെ ഉണ്ടെന്നുള്ളത് എല്ലാവരും പറയുന്നു. കാണുമ്പോൾ ഒളിച്ചു പോവുക അത്ര ആളുകളെ കാണുമ്പോൾ, സുഹൃത്തുക്കളെയും നാട്ടുകാരൊക്കെ കാണുമ്പോൾ. എന്താ അതിൻ്റെ ഒരു ആവശ്യം? അതിൻ്റെ ഒരു ആവശ്യം എന്താ? ഉപ്പാക്കൊക്കെ ഇങ്ങോട്ട് കയറി വരാൻ തന്നെ വലിയ ബുദ്ധിമുട്ടിയിട്ടാണ് വന്നത്. മുട്ടുവേദനയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ബുദ്ധിമുട്ടിച്ച് നിൽക്കേണ്ട കാലം നിങ്ങളെ പോറ്റി വളർത്തിയ ആളുകളോട് ഒരു മര്യാദ ഒക്കെ വേണ്ടത്. ഒന്ന് വിളിച്ചാൽ എന്താ? കാശയക്കണ്ട, പോട്ടെ. 5 വർഷമായില്ലേ ഒരു വിവരവും വീട്ടിലേക്ക് അറിയിച്ചിട്ട്? ആളുകളെ കാണുമ്പോൾ ഒളിച്ചോടുക, ഇതാക്കുക. നിങ്ങളൊരു സ്നേഹിതനോട് വിളിച്ച് പറയുമ്പോൾ പറയാം ഇടയ്ക്ക് കാണും, ഇടയ്ക്ക് കാണില്ല എന്ന് പറയണം. അപ്പോൾ കഴിയുന്നതും വേഗം നാട്ടിലെത്താൻ നോക്കുക പ്ലീസ്. അതാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങളോട്. എങ്ങനെയെങ്കിലും അതിവേഗം നാട് പിടിക്കാൻ നോക്കുക. നൗഷാദിനെ കണ്ടെത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരെ കുടുംബത്തെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ പ്രവാസ ലോകത്തെ ബന്ധപ്പെടുക, അദ്ദേഹത്തെ ഉപദേശിക്കുക നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നൗഷാദ് സ്വയം തിരുത്തുക, അതാണ് ഏറ്റവും നല്ലത്. നൗഷാദ് അവനവനാണ് തിരുത്തേണ്ടത്. നൗഷാദ് നാട്ടിലേക്ക് പോവാം. ശരി, നമുക്ക് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പ്രവാസ ലോകം അന്വേഷിച്ച ഷബീർ അലിയുടെ തിരോധാനം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ. ആ സമയത്ത് ഞാൻ വന്നപ്പോൾ പിന്നെ അതിന് തല്ലിയാണ്. അവൻ തല്ലിയതൊന്നും എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ലേശം ചോറ് തന്നെയാണ്. ഞാൻ ചോറ് വിളമ്പാൻ പോയപ്പോൾ ഇത് വേഗം ലേശം തുണികളൊക്കെ ഇട്ട് കാണും പുറത്തേക്ക് ഇറങ്ങി. ഈ വേഗം ഓട്ടോറിക്ഷയിൽ വെച്ചത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പോയാൽ തന്നെ വരുമല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ പോകണ്ട ഞാനും ഒരിക്കലും വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിൽ എല്ലോ സാധനം എന്ത് കിട്ടിയാലും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കുറഞ്ഞിരുന്നതല്ല, ഞാൻ മഴനെ കുറ്റം ഇതാക്കി പറയല്ല. നല്ലോണം വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ എനിക്കറിയാലോ എല്ലാ സാധനവും ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ഗൾഫിലേന്. അപ്പോൾ അവിടുന്ന് ഞാൻ അങ്ങനെ ഓനും 2 മക്കളുണ്ട്. നല്ല സാറിൽ നോക്കിന്. അല്ലാതെ അങ്ങനെ കുടിച്ച് കൂത്താടി അങ്ങനെ നടന്നിക്കാണ്ട് ഇങ്ങനെ ഇതാക്കണോടൊന്നല്ലേ. ചെറിയ ആള് നോക്കുക. എന്താണ് മോള് നോക്കുന്നത്? വലിയമ്മ കരയണ കണ്ടിട്ട് കുട്ടിക്ക് വിഷമായി. ഷബീർ അലി നാട്ടിലെത്തി. ഷബീർ അലിയെ നാട്ടിലെത്തിക്കുവാൻ പ്രവാസ ലോകം സഹായകവുമായി. ഈ കഥ ഞങ്ങളുടെ സംവിധായകൻ റഫീഖ് റാവുത്തറുമായി പങ്കുവയ്ക്കുകയാണ് സഹോദരൻ ഷബീർ അലി. ഹലോ, ഷമീർ അല്ലേ? അതെ. ഷമീർ റഫീഖാണ്, കേരള പ്രവാസ ലോകത്തിൽ. പറ, അപ്പൊ എന്തായി? ആള് വന്നിട്ട് ആളെ നമ്മള് മറ്റേ ആൾക്ക് വിവരം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ടിവിയിലെ പരിപാടിയൊക്കെ കണ്ടപ്പോ പിന്നെ അവന് ഇത് തോന്നിട്ട് ആള് പറഞ്ഞു ഇന്ന സ്ഥലത്ത് എന്താണെന്നുള്ളത്.
ആണോ? അല്ല, അപ്പോൾ അയാളെന്ത് ഇത്രയും കാലം പറഞ്ഞില്ല? അതന്നെ അത് പറയാതിരുന്നേ, ഓൻ പറയണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. പിന്നെ അവന് ടി വിയിലെ പരിപാടി കണ്ടപ്പോൾ വിഷമമായി കാണും അല്ലേ? ടി വിയിലെ പരിപാടിയൊക്കെ കണ്ട്. അല്ല, പുള്ളിക്ക് വിഷമമായോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ? അതാണോ പറയാൻ കാരണം? ആര്? മറ്റാണോ? കൂട്ടുകാരന്. ഇങ്ങനെ ടി വിയിൽ പരിപാടി കണ്ടു എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ ടി വിയിലൊക്കെ കൊടുത്തല്ലേ നമ്മക്ക്, എനിക്കിങ്ങനെ പരിപാടി അറിയത്, അല്ല ആളുള്ള സ്ഥലം എനിക്കറിയാം, എന്നോട് ആള് പറയരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തെറ്റെന്നൊക്കെ പറഞ്ഞോട്ടെ ഞാൻ പറയാതിരുന്നേ പറഞ്ഞാണ്ടേ പറയാതിരുന്നേന്നാ പറഞ്ഞത്. ഇപ്പൊ ആള് എത്തിയിട്ടുണ്ട്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആള് വീട്ടിലുണ്ട്. എന്താ പറയണ ഷബീർ? ഷബീർ ഇപ്പൊ ഉഷാറാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മറ്റേ അങ്ങനെ പിന്നെ നമ്മൾ പോയത് കാര്യങ്ങളൊന്നും പിന്നെ അതിനെ കുറിച്ചൊന്നും വല്ലാണ്ട് ചോദിച്ചില്ല. കാരണം ഇനിയിപ്പോ അതിനെ പറ്റി ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് എഴുതിട്ട് ഉപ്പാനായിട്ടൊക്കെ പൊരുത്തപ്പെട്ട അപ്പൊ എല്ലാ ഉപ്പാനായിട്ടും ഉമ്മാനായിട്ടും ഭാര്യനായിട്ടൊക്കെ ഇപ്പൊ പൊരുത്തപ്പെട്ടല്ലോ, ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ വീട്ടിലെത്തിയ ഹാപ്പിയിലാണ്. 23 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോടിൽ നിന്നും നാട് വിട്ടുപോയ സോമൻ പിന്നീട് വീടുമായി ബന്ധപ്പെടുന്നത് ബോംബെയിൽ നിന്നാണ്. റെയിൽവേ RMSൽ തനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടെന്നും താൻ സുഖമായിരിക്കുന്നു എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ നാളിതുവരെയായി സോമനെക്കുറിച്ച് ഇവർക്ക് യാതൊരു വിവരവുമില്ല, സോമനെ കണ്ടിട്ടുമില്ല. ഇന്ന് അനുജനെ തേടി പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത് ജ്യേഷ്ഠനായ ഹരിദാസനാണ്. 23 വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ അനുജനെ ഒന്ന് കണ്ടിട്ട്. അതാണ് പ്രവാസ ലോകത്തിലെത്തിക്കാനുള്ള കാരണവും. ഹരിദാസിനോട് ചോദിച്ചറിയാം സോമനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ്. സോമന്റെ ആരൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട്? അച്ഛൻ, അമ്മ, പെങ്ങന്മാർ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്? എല്ലാവരും ഉണ്ട്. എത്ര വയസ്സായി? അവനിപ്പം 40 വയസ്സുണ്ടോ? 17 വയസ്സ് പ്രീ ഡിഗ്രി പഠിക്കാൻ പോയതാ. പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക കോഴിക്കോട്. അപ്പോഴാണ് ജോലിക്ക് പോയത്? അതെ, അന്ന് ഇവിടുന്ന് നാട് വിട്ട് പോയിട്ട് അവിടെ ബോംബെയിൽ RMSൽ ഒരു ജോലി, RMSന്റെ ഗോഡാണിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞത് കത്ത് ബോംബെന്ന്. പിന്നെ വന്നില്ല. പിന്നെ എൻ്റെ ഇടയ്ക്ക് മറ്റേ രാജീവ് ഗാന്ധി വധം മറ്റേ ഇതൊക്കെ പ്രശ്നമായിട്ടോ അവിടെ നമുക്കാണെങ്കിൽ അങ്ങോട്ട് തെരഞ്ഞു പോകേണ്ട ഒരു സാമ്പത്തിക സ്ഥിതി അന്ന് ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ അങ്ങ് നീണ്ടുപോയി. പിന്നെ ഒരു വിവരമില്ല. ഇല്ല, ഇപ്പൊ ഒരു വിവരമില്ല. ആരും കണ്ടുവരില്ല. കണ്ടൂര് പറഞ്ഞാൽ അന്ന് ബോംബെയിൽ മൂസ ടീ സ്റ്റാൾ പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ രണ്ടാൾ കണ്ടു. അത് 10-15 വർഷം മുമ്പാണ് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും പിന്നീട് അതൊക്കെ പിന്നെ നമ്മൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അറിയുന്നത്. ഡിപ്പാർട്ട്മെന്റ് പോലീസ് പരാതി കൊടുത്തിരുന്നു. പക്ഷെ അന്ന് പിന്നെ അന്ന് സാഹചര്യം എന്താ 23 വർഷം മുമ്പ് ഫോണോ അതുപോലത്തുള്ള സൗകര്യങ്ങളല്ല. 23 വർഷമായിട്ട് നിങ്ങൾ അവരുടെ അന്വേഷണം നടത്തിയില്ല? നടത്തിക്കൊണ്ടിരുന്നു. ബോംബെയിൽ ഗൾഫിലൊക്കെ നമ്മുടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോ കൊടുത്തയക്കുകയും കാണുന്നുണ്ടെങ്കിലൊക്കെ ഇതിനുണ്ട്. പോലീസിൻ്റെ അകത്ത് അത്രയല്ലേ ഉണ്ടാവുള്ളൂ, അങ്ങനെ ചെയ്യാനും കഴിയുള്ളൂ. നമ്മളതുപോലെ നോക്കിയിരുന്നു, ഫോട്ടോ ഒക്കെ കൊടുത്തയക്കും. സോമ എങ്ങനെയുള്ള സ്വഭാവക്കാരനായിരുന്നു? പഠിച്ചുകൊണ്ടിരിക്കുക, 17 വയസ്സല്ലേ ഉള്ളൂ. പ്രീ ഡിഗ്രി പഠിക്കുക അന്ന്. ആരെ കൊണ്ടുപോയത്? അയാൾ സ്വയം പോയതാണ്. വീട്ടിൽ നിന്ന് രാവിലെ പോകുന്ന പിന്നെ ഒരു 10 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. എൻ്റെ പിന്നെ ഇത്രയും നാളും വന്നില്ല ഇങ്ങോട്ടേക്ക്. ഇങ്ങോട്ടോ? പ്രവാസം വെച്ചാൽ ഓരോ പരിപാടി, പണിക്ക് പോകും, കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കാന്നല്ലോ. അപ്പം അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? അമ്മയ്ക്ക് ഇപ്പോൾ 63-70 വയസ്സിൻ്റെ ചോടെയായി. അച്ഛനുമായി 72-73 വയസ്സിൻ്റെ അടുത്ത് അച്ഛനായി. ഒക്കെ ജോലിക്ക് പോകണ്ടോ? ഇല്ല, ഇപ്പം കഴിക്കില്ല. നിങ്ങളെ കൂടെയാണോ? എൻ്റെ കൂടെ. നിങ്ങൾക്ക് മക്കളൊക്കെ ആയിട്ട്? 2 കുട്ടികൾ. പെങ്ങന്മാര് 3 കെട്ടിച്ചു. അപ്പം ഇയാള് ഒരു ഇതിനും വന്നില്ല, ഒരു ഇതിനും അറിയിക്കാനോ ഒന്നും ഉണ്ടായില്ല? എഴുത്തുകുത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല? ഒറ്റ വന്നുള്ളൂ, ഒരു കത്ത് മാത്രം. പോയി 20-ാം ദിവസം ഒരു കത്തയച്ചതാണ്. ഞാനിങ്ങനെ പിന്നെ ഒരു ജോലി കിട്ടിയിട്ടുണ്ടെന്നും പിന്നെ അവിടെ പിന്നെ സുഖമായി ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞൊരു കത്ത് വന്നിട്ടുള്ളൂ. ഇതൊരു സാധാരണ നാട് വിട്ടു പോകുന്ന ഒരാളുടെ ഒരു കഥയാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത്. കാരണം ഇത് 10-17 വയസ്സിൽ പോകുന്നു, കുറേ അന്വേഷിക്കുന്നു, നിങ്ങളെ സാമ്പത്തിക സ്ഥിതിക്ക് അവിടെ പോകാൻ പറ്റാതിരിക്കുന്നു, ഇതൊക്കെയാണ്. അപ്പോൾ സോമനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു. 40 വയസ്സായെങ്കിൽ 23 കൊല്ലമായിട്ട് അയാൾ അവിടെയാണ്. അപ്പോൾ വേണമെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവാം, അറിയില്ലോ. അല്ല എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് അറിയില്ല. ഇങ്ങനെ ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആരെങ്കിലും മലയാളികളൊക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ഏറ്റവും വീട്ടിനെ കുറിച്ചൊരു ബോധോദയം വന്നിട്ട് ഇതാക്കിയേക്കാം.
അങ്ങനെ എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാമെന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത്തരം ആളുകൾ സാധാരണ തിരിച്ചു വരാൻ മനസ്സ് കാണിക്കാറില്ല. വളരെ അപൂർവം ഇല്ലാന്നൊന്നും പറയുന്നില്ല. കുറേ ആളുകൾ 20-25 കൊല്ലം കഴിഞ്ഞ ആളുകൾ പ്രവാസലോകം വഴി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഗൾഫ് മേഖലകളിലൊക്കെയാണ് പലപ്പോഴും. ഇത് ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. വലിയൊരു മലയാളി ഇതുണ്ട്, 32 ലക്ഷം മലയാളികളുണ്ടെന്നാണ് പറയുന്നത് ബോംബെയിൽ, മഹാരാഷ്ട്രയിൽ. അത്രയും വലിയ ഒരു പോപ്പുലേഷൻ മലയാളികൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണമൊക്കെ നടത്താൻ പറ്റുമോ നമുക്ക് നോക്കാം. പ്രവാസലോകം പ്രേക്ഷകരോട്, ബോംബെയിലെ പ്രേക്ഷകരോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. സോമൻ 23 വർഷം 17ാമത്തെ വയസ്സിൽ നാട് വിട്ടു പോയതാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ് ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷനാവുന്നത്. പിന്നീട് ബോംബെയിൽ നിന്ന് ഒരു കത്തയക്കുകയാണ് ചെയ്തത്, ഞാൻ RMSൽ ജോലി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. കാലം കുറേ കടന്നുപോയി. ചില ആളുകൾ വർഷങ്ങൾക്ക് ശേഷം വീട്ടി സ്റ്റേഷൻ്റെ അടുത്ത് വെച്ചും മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന പല സ്ഥലങ്ങളിൽ വെച്ചും സോമനെ കണ്ടു എന്ന് പറയുന്നു. സോമൻ വീടുമായിട്ട് ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചിരിക്കുന്നു. വീടിനെക്കുറിച്ച് ഒരു വേവലാതിയും സോമൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ സഹോദരിമാരെക്കുറിച്ചോ സഹോദരനെക്കുറിച്ചോ ഒന്നും തന്നെ സോമൻ അന്വേഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. പൂർണ്ണമായി മാറ്റപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയായി മാറിയിരിക്കുന്നു സോമൻ. അത് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുള്ളൊരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പലരും 20 വർഷത്തിന് ശേഷം പ്രവാസലോകത്തിൻ്റെ ഭക്തിയിലൂടെ വന്ന് പരാതിപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്തപ്പോഴൊക്കെ തിരിച്ചു വന്ന ഒട്ടേറെ കഥകൾ ഞങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് സോമൻ്റെ കാര്യത്തിലും ഒരു ചെറിയ ശുഭപ്രതീക്ഷ ഞങ്ങൾ വയ്ക്കുന്നു എന്നുള്ളതാണ് സത്യം. സോമനെ കാണുന്ന ആളുകളുണ്ടാവും. സോമൻ ഈ പരിപാടി കാണുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പരിപാടി കണ്ട ആളുകൾ സോമനെ കണ്ടാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഉപദേശിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് വിളിപ്പിക്കുക. ഒരു അത്ഭുതമായിരിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ. സോമൻ തന്നെ ഈ പരിപാടി കണ്ടിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ വിവാഹം കഴിച്ചോന്നൊരു പ്രശ്നമല്ല അല്ലേ? അല്ലെങ്കിൽ വിവാഹം കഴിച്ചൊക്കെ അതൊക്കെ എല്ലാം അതിൻ്റെ കൂടെ പോവും, യാതൊരു സംശയമില്ല. വിവാഹം കഴിക്കുകയോ മറ്റാകുകയോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു വിഷയമായിട്ട് നമുക്ക് തോന്നില്ല. തീർച്ചയായിട്ടും സോമൻ നാട്ടിലേക്ക് വരാൻ ഇതൊന്നും തന്നെ ഒരു തടസ്സമല്ല. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലോ മക്കളുണ്ടെങ്കിലോ ഏത് ജാതിയായോ മതമായോ ഒന്നും. പക്ഷേ അത്ര വലിയൊരു എക്സ്പെൻസീവ് അല്ലല്ലോ പോകുന്നു അമ്മയോ അച്ഛനോ ഒക്കെ വന്ന് കണ്ടു പോവാൻ സോമൻ. അപ്പോൾ എങ്ങനെയെങ്കിലും കഴിയുന്നതും വേഗം ഒന്ന് നാട്ടിൽ വന്നാൽ എല്ലാവർക്കും ഒരു സന്തോഷമായി. ഇത്തരം പ്രോഗ്രാം കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് കൈരളി നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ സഹോദരൻ ഞങ്ങളുടെ അടുത്ത് വരുന്നത്. തീർച്ചയായിട്ടും സോമനിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം എന്ന് വെച്ചാൽ സോമൻ എങ്ങനെയെങ്കിലും കണ്ടു കിട്ടിയാൽ, ഈ പ്രോഗ്രാം എങ്ങനെയെങ്കിലും കാണുകയോ എങ്ങനെയെങ്കിലും ഇതിനെക്കുറിച്ചുള്ള വിവരമോ സോമൻ്റെ മനസ്സിലേക്ക് എത്തിയാൽ, ചെവിയിലേക്ക് എത്തിയാൽ, തീർച്ചയായിട്ടും സോമൻ നാട്ടിലേക്ക് ഒരു ഫോൺ കോൾ ചെയ്യണം. അത് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. പ്രവാസലോകത്തിൻ്റെ ഒട്ടേറെ സുഹൃത്തുക്കൾ ബോംബെ സമൂഹത്തിലുണ്ട്, വളരെ സ്നേഹപ്പെട്ട ആളുകൾ. അവരെ ആരെയെങ്കിലും ഞങ്ങൾ ബന്ധപ്പെടുത്തി തരട്ടെ. സോമന് വരണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഒരു ഇതുമില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പ്രായമായിരിക്കുകയാണ്. ഏത് സമയത്തും അവർ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു വയസ്സിലാണ് അവരിയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് സോമൻ നാട്ടിലേക്ക് തിരിച്ചു വരണം. അതിനാണ് സഹോദരൻ ഹരിദാസ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഹരിദാസ്. ഓക്കെ. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്ന മനുഷ്യരെ തേടിയുള്ള അന്വേഷണമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് പൂർണ്ണമായും സൗജന്യമാണ്. കാണാതാകുന്ന മനുഷ്യരുടെ വിശദവിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈരളി TV, കൈരളി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. കാണാതായ ഓരോ മനുഷ്യൻ്റെയും തിരിച്ചുവരവാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവരുടെ വിളിയൊച്ചകൾ കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ്.
ഇതിനായുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ആഴ്ചയിലെ പ്രവാസലോകം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.